തുടങ്ങി ആദ്യാവസാനം വരെ ഒരു ആർട്ടിസ്റ്റും പിന്മാറുകയോ നിർത്തിപ്പോവുകയോ ചെയ്യാത്ത മലയാളത്തിലെ അപൂർവ പരമ്പരകളിൽ ഒന്നായിരുന്നു സാന്ത്വനം. തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ മലയാളം റീമേക്കായ സാന്ത്വനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. സാന്ത്വനത്തിലെ അപ്പുവിനും അഞ്ജലിക്കും, ശിവനും കണ്ണനും, ഹരിക്കും ദേവിക്കും, ബാലേട്ടനുമെല്ലാം നിരവധി ആരാധകരാണ് ഉള്ളത്. ശിവാഞ്ജലി എന്ന കോംബോയ്ക്ക് ഒട്ടനവധി ആരാധകർ ഇന്ന് കേരളത്തിലുണ്ട്. സീരിയൽ താരങ്ങളായ ഗോപിക അനിലും സജിനും പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറിയതും സാന്ത്വനത്തിലൂടെയാണ്. അടുത്തിടെയാണ് സീരിയൽ അവസാനിച്ചത്. പ്രധാന കഥാപാത്രങ്ങൾ ചെയ്ത താരങ്ങൾ പോലും സീരിയലിൻ്റെ അവസാന എപ്പിസോഡുകളിലൂടെയാണ് ഷൂട്ടിംഗ് ദിവസങ്ങളിൽ ഏറെ സങ്കടത്തോടെയാണ് അഭിനയിച്ചത്. താരങ്ങളായിരുന്നില്ല സാന്ത്വനത്തിലെ അഭിനേതാക്കളെല്ലാം സീരിയൽ അവസാനിക്കാറായപ്പോഴേക്കും കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു. അടുത്തിടെയാണ് സാന്ത്വനം സീരിയൽ ആരാധകർക്ക് ആശ്വാസം പകർന്ന് രണ്ടാം ഭാഗം ഉടൻ വരുമെന്ന പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രൊമോയും എത്തിയിരുന്നു. പ്രൊമോ കൂടി വന്നതോടെ രണ്ടാം ഭാഗം എത്തരത്തിലുള്ളതാകും എന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ പ്രൊമോയിൽ സാന്ത്വനം വീടിൻ്റെ നെടുംതൂണായ ബാലനെ മാത്രമാണ് കാണിക്കുന്നത്. സഹോദരൻ ശിവനിൽ നിന്ന് ബാലൻ ഒരു ഫോൺ വരുന്നതോടെയാണ് പ്രൊമോ ആരംഭിക്കുന്നത്. ശിവനെ ആശ്വസിപ്പിച്ചും വിശേഷങ്ങൾ തിരക്കിയതിനും ശേഷം ബാലൻ കോൾ കട്ട് ചെയ്യുന്നു. ശേഷം പുറമെ അകന്നും അകമേ അടുത്തും ശത്രുതയുടെ വിദ്വേഷത്തിലൂടെ കനൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള രണ്ട് കുടുംബാംഗങ്ങളുടെ കഥയാണ് സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന് ബാലൻ പറയുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. പ്രൊമോ വൈറലായതോടെ നിരവധി ആരാധകർ പ്രതീക്ഷകൾ പങ്കുവച്ച് എത്തി. പഴയ ആളുകൾ തന്നെ വേണം, എന്നാലേ സീരിയൽ കാണാൻ താല്പര്യം വരൂ, കുടുംബവിളക്ക് പോലെ ആവാതിരുന്നാൽ മതി. സിനിമയായാലും സീരിയലായാലും രണ്ടാം ഭാഗം വിജയിക്കാൻ നല്ല പാടാണ്. ശിവാഞ്ജലി ഇല്ലാത്ത സ്വാതന്ത്ര്യം ഞങ്ങൾ കാണുകയില്ല എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് പുതിയ പ്രൊമോയ്ക്ക് വരുന്നത്. പരമ്പരയിലെ പ്രധാന വേഷമായിരുന്ന ജയന്തിയെ അവതരിപ്പിക്കുന്ന അപ്സര ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പഴയ ആളുകൾ ഉണ്ടാവില്ല എന്ന വേവലാതി ആരാധകർക്കുണ്ട്. നടി ചിപ്പിയെ ഒഴിവാക്കരുതെന്നും ആരാധകർ കുറിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അടിക്കുക. അപ്പോൾ അടുത്ത റിവ്യൂട്ട് വീണ്ടും കാണാം.